തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രിയിൽ അത്യന്തം നടുക്കുന്ന ഒരു സംഭവമുണ്ടായി. അതിൻ്റെ വിവരങ്ങളിലേക്കാണ്. തിരുവനന്തപുരം വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിലുണ്ടായ ആക്രമണം സ്ഥിരീകരിച്ച് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. തിരുവനന്തപുരം സ്വദേശി ആയ പെൺകുട്ടിയാണ് ആക്രമണത്തിന് ഇരയായത്. വർക്കലയ്ക്കും കടക്കാവൂരിനും ഇടയിൽ വെച്ചായിരുന്നു അതിക്രമം. മദ്യപിച്ച് പ്രതി പെൺകുട്ടിയെ ചവിട്ടി ട്രെയിനിന് പുറത്തേക്ക് തള്ളിയിട്ടു. ഒപ്പമുണ്ടായിരുന്ന യുവതിയെയും വലിച്ചിടാൻ ശ്രമം നടന്നു. ഇതിനിടയിൽ സഹയാത്രക്കാർ പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു എന്നാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പറയുന്നത്. വിവരങ്ങൾ നൽകാൻ എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിലൊരു നടുക്കുന്ന സംഭവം ഉണ്ടായത്. 8:30 ആണ് കേരള എക്സ്പ്രസിൽ നിന്നും ഈ ഒരു പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടാകുന്നത്. ഇപ്പോഴെന്തായാലും ഇക്കാര്യം റെയിൽവേ സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലേ? നിഖില, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ട്രെയിനിനുള്ളിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. തൃശ്ശൂരിലെ സൗമ്യൊന്നും അധികം ആരും മറന്നിട്ടുണ്ടാവില്ല. ആ ഞെട്ടലൊക്കെ മാറുന്നതിന് മുൻപാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഇന്നലെ കേരള എക്സ്പ്രസ്സിലുണ്ടായത്. ഇന്നലെ തിരുവനന്തപുരത്തേക്ക് വന്നിരുന്ന ട്രെയിനിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം അരങ്ങേറിയത്. തിരുവനന്തപുരം പാലയോട് സ്വദേശിനിയായ ശ്രീകുട്ടിക്കാണ് അതിദാരുണമായ സംഭവം ട്രെയിനിനുള്ളിൽ നേരിടേണ്ടി വന്നത്. ഏകദേശം വർക്കല കഴിഞ്ഞതിന് ശേഷം ആയന്തി പാലത്തിന് സമീപത്ത് വെച്ചാണ് ഈ പ്രതി സുരേഷ് കുമാർ ശ്രീകുട്ടിയെ ട്രെയിനിൽ നിന്നും തള്ളിയിടുന്നത്. യാതൊരു രീതിയിലുള്ള പ്രകോപനവും ഒന്നും തന്നെ ഉണ്ടാകാതെയാണ് ശ്രീകുട്ടിയെ അദ്ദേഹം തള്ളിയിട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ദൃക്സാക്ഷിയായിട്ടുള്ള സുഹൃത്ത് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇന്നലെ രാത്രി ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ രാത്രി 11 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. അയന്തി പാലത്തിന് സമീപത്ത് വെച്ച് ട്രെയിനിനുള്ളിൽ നിന്നും ഈ യുവതിയെ ചവിട്ടി താഴെ ഇടുകയായിരുന്നു സുരേഷ് എന്നുള്ള പ്രതി എന്നുള്ളതാണ് സുഹൃത്ത് അടക്കമുള്ളവർ ഇന്നലെ RPF-നും പിന്നീട് തമ്പാനൂർ പോലീസിനും മൊഴി നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശാലിനി തുടരുക. തിരുവനന്തപുരം വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ ഉണ്ടായ ആക്രമണം സ്ഥിരീകരിച്ച റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. തിരുവനന്തപുരം സ്വദേശി ആയ പെൺകുട്ടിക്ക് നേരെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടാകുന്നത്. 8:30 ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. കേരള എക്സ്പ്രസിൽ വരുന്നതിനിടെ ആലുവയിൽ നിന്നും ആണ് ടിക്കറ്റ് എടുത്തതെന്ന് അറിയാൻ സാധിക്കുന്നു. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ശാലിനി തുടരുന്നുണ്ട്. ശാലിനി തുടരാം. നിലവിൽ RPF-നടക്കം നൽകിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. തിരുവനന്തപുരത്ത് പാലോടാണ് ഈ പെൺകുട്ടിയുടെ സ്വദേശമുള്ളത്. അവിടെ മുത്തശ്ശിക്ക് വയ്യാഴികയുണ്ട്. അങ്ങനെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തുമായി ട്രെയിനിൽ ഇരുവരും സഞ്ചരിക്കുകയും ചെയ്തത്. കോട്ടയത്ത് നിന്നാണ് പ്രതിയെന്ന് പറയപ്പെടുന്ന സുരേഷ് കുമാർ കയറുകയും ചെയ്തത്. തൊട്ട് പിന്നാലെ തന്നെ ഏകദേശം വർക്കലയോട് എത്തിയപ്പോൾ തന്നെ ഇവർക്ക് നേരെ, അതായത് ബാത്റൂമിൽ പോയി വന്നതിന് ശേഷമുള്ള പെൺകുട്ടിയെ കടന്നു പിടിക്കുകയും ചവിട്ടി താഴെ ഇടുകയുമായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെയും ആക്രമിക്കാൻ പ്രതി ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. യാതൊരു രീതിയിലുള്ള പ്രകോപനവും ഈ പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇവർക്ക് മുന്നിൽ തമ്മിൽ അറിയില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പെട്ടെന്ന് ഒരു പ്രകോപനം ഉണ്ടാക്കി ഇയാൾ ഈ പെൺകുട്ടികളെ തള്ളിയിടാനുള്ള ശ്രമം നടത്തുകയും ഒരു പെൺകുട്ടിയെ തള്ളി ഇടുകയും ചെയ്തു. മറ്റൊരു പെൺകുട്ടിയെ ട്രെയിനിനുള്ളിലാണ് വലിച്ചിടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പിന്നീട് ഈ പെൺകുട്ടികൾ ബഹളം വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പിടികൂടുകയായിരുന്നു. ഏകദേശം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് RPF സംഘം ഇയാളെ പിടികൂടുന്നത്. പിന്നീട് തിരുവനന്തപുരത്തെ RPF പോലീസ് സ്റ്റേഷനിലേക്കും പിന്നീട് അവിടെ നിന്നും തമ്പാനൂർ പോലീസിനെ കൈമാറുകയുമായിരുന്നു. ആ സമയത്ത് മദ്യലഹരിയിലാണ് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കാരണം മദ്യം അദ്ദേഹം കഴിച്ചിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്, RPF-ഉം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് ചോദ്യം ചെയ്യുകയായിരുന്നു. തുടക്കം മുതൽ തന്നെ പോലീസിന് നേരെ അക്രമം അഴിച്ചുവിടാനുള്ള ശ്രമം ഇയാൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ ബോധപൂർവമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസും കൂടി അന്വേഷിക്കുകയാണ്. RPF-ഉം പ്രത്യേകമായി അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ RPF നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ്. ആദ്യം വർക്കലയിലെ ഈ സ്ഥലത്ത് നിന്നും മെമു ട്രെയിനിലാണ് വർക്കല ജംഗ്ഷനിലേക്ക് എത്തിക്കുന്നത്. ആ വർക്കലയിൽ നിന്നും പിന്നീട് ആംബുലൻസിൽ വർക്കലയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ പെൺകുട്ടിയെ മാറ്റി അവിടെ നിന്നും പിന്നീട് ആംബുലൻസ് മാർഗമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുള്ളത്. ആദ്യം തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയ പെൺകുട്ടി പിന്നീട് അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ്. തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ സ്ഥിരീകരണം. എന്നാൽ ഔദ്യോഗികമായ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ അടക്കം ഇക്കാര്യത്തിൽ വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. RPF-ന്റെ ആരോഗ്യ വിഭാഗം, ഒപ്പം തന്നെ കേരള പോലീസിന്റെ പ്രത്യേകമായിട്ടുള്ള നിരീക്ഷണവും ഇവിടെയുണ്ട്. എന്തായാലും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളതാണ്. ഇയാൾ മുൻപും ഇത്തരത്തിലുള്ള മദ്യലഹരിയിൽ വലിയ രീതിയിലുള്ള അക്രമം കുടുംബത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമായിട്ടൊക്കെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം മദ്യലഹരി മാത്രമായിരുന്നോ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശം ഉണ്ടായിരുന്നോ ഈ
സംഭവത്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും ബോധപൂർവമായി മദ്യലഹരിയിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ സ്വന്തം നിലയിലല്ല താൻ ഇതൊക്കെ ചെയ്തതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പ്രതിയുടെ ഭാഗത്തു നിന്ന് നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതാണ് ശാലിനി, തുടക്കത്തിൽ ഇന്നലെ ഈ ഒരു അപകടം, ഈ പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായതിനു ശേഷം തൊട്ടു പിന്നാലെ കുറ്റം സമ്മതിച്ചിരുന്ന പ്രതി പിന്നീട് രാത്രിയിൽ ഈ പോലീസ് കസ്റ്റഡിയിലായതിനു ശേഷം പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മാധ്യമങ്ങളോട് താനല്ല ഇത് ചെയ്തത് എന്ന് പറയുന്ന ഒരു സാഹചര്യം. ശാലിനി നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി അത്തരത്തിൽ പറയുകയാണ്. തുടക്കത്തിൽ കുറ്റം സമ്മതിച്ചതിന് ശേഷം പിന്നീട് അത് മാറ്റി പറയുന്നൊരു സാഹചര്യം. തീർച്ചയായും അങ്ങനെ തന്നെയാണ് നിഖിലെ. കാരണം ഇന്നലെ ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്, അതായത് RPF ആണ് ആദ്യം കസ്റ്റഡിയിലെടുക്കുന്നത്. അവിടെ നിന്നും കൊച്ചുവേളിയിൽ നിന്നും പിന്നീട് തിരുവനന്തപുരം RPFന്റെ ഓഫീസിലേക്ക് തമ്പാനൂരിൽ എത്തിക്കുന്നു. അവിടെ നിന്നാണ് തിരുവനന്തപുരം സെൻട്രൽ പോലീസ്, അതായത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസ് എന്ന നിലയിൽ തമ്പാനൂർ പോലീസിനെ കൈമാറുന്നത്. ആദ്യഘട്ടങ്ങളിൽ മെഡിക്കൽ വൈദ്യപരിശോധന അടക്കമുള്ള ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് എത്തിക്കുമ്പോഴാണ് ഈ പ്രതി ആദ്യം ഈ കുറ്റം പോലീസിന് മുൻപിൽ സമ്മതിക്കുന്നു. പിന്നീട് പുറത്തേക്ക് ഇറക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ സംഭവം നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ താനല്ല, പെൺകുട്ടിക്ക് വട്ടാണ്, പെൺകുട്ടിയാണ് ഇതൊക്കെ ചെയ്തത്, താൻ ഒരു രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു മൊഴിമാറ്റം, അല്ലെങ്കിൽ ഒരു ആദ്യം പോലീസിനോട് നൽകിയിട്ടുള്ള വിവരം മാറ്റി പറയുന്ന ഒരു സാഹചര്യം. അത് തന്നെയാണ് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുള്ളത്. കാരണം താൻ കുറ്റക്കാരനാണ്, തനിക്ക് ശിക്ഷ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ താൻ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇയാളുടെ മുഖമടക്കം മറച്ചുകൊണ്ടാണ് ഇന്നലെ പോലീസ് മറ്റ് പരിശോധനകൾക്കായിട്ടൊക്കെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പോലീസിന്റെ ഭാഗത്ത് അന്വേഷണം നടക്കുകയാണ്. കാരണം യാതൊരു രീതിയിലുള്ള പ്രകോപനവും ഉണ്ടാകും. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരിൽ മുൻപ് ഒരു ട്രെയിനിൽ സ്ത്രീക്ക് നേരിടേണ്ടി വന്ന അതിക്രൂരമായിട്ടുള്ള സംഭവം, ലൈംഗിക അതിക്രമം അടക്കമുള്ള സംഭവങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. സമാനമായ സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ RPFും പോലീസും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിദാരുണമായ സംഭവം, പക്ഷേ വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നിലവിൽ RPF അറിയിക്കുന്നത്. എന്തായാലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. എങ്കിൽ പോലും ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള പ്രാഥമിക നിഗമനം, പ്രാഥമിക വിവരം മാത്രമാണ് ആശുപത്രിയിൽ നിന്നും RPF നൽകുന്നത്. എന്തായാലും രാവിലെ 10 മണിയോടുകൂടി മറ്റ് മെഡിക്കൽ ബുള്ളറ്റിൻ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ട്രെയിനിനുള്ളിൽ സംഭവിച്ചത്. സുരേഷ് കുമാറിനെ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് നടപടികൾക്ക് വിധേയമാക്കുകയാണ്. ഇന്ന് തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. നിഖിൽ, ശാലിനി, മറ്റൊരു കാര്യം കൂടി, അതായത് ശാലിനി പറഞ്ഞതുപോലെ പെൺകുട്ടിയുടെ നില, അത് ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നാണ് RPFന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്ന വിവരം. മറ്റൊരു കാര്യം കൂടി, അതായത് ഇന്നലെ രാത്രിയിൽ ലഭ്യമായ വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ പെൺകുട്ടിക്ക് ആന്തരിക രക്തസ്രാവമുണ്ട്, അതുകൊണ്ട് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ ഇന്നലെ രാത്രിയിൽ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്നും ദിസ്ന പങ്കുവച്ചിരുന്നു. ഇപ്പോൾ അതിൽ ഒരു മാറ്റമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് അടിയന്തരമായ ശസ്ത്രക്രിയ ആവശ്യമില്ല എന്നൊരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. തീർച്ചയായും ഇതിൽ അങ്ങനെ തന്നെയാണ്. കാരണം ആദ്യഘട്ടങ്ങളിൽ കാരണം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ട്രെയിനിൽ നിന്ന് പെട്ടെന്ന് ഒരു പ്രകോപനമുണ്ടായി തള്ളിയിടുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന പരിക്കുകൾ അത് തന്നെയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ആദ്യഘട്ടങ്ങളിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു, തലയ്ക്ക് ചില ഗുരുതര പരിക്കുകൾ ഏറ്റിട്ടുണ്ട്, ശരീരത്ത് മുറിവുകളുണ്ട്. കാരണം നേരെ ട്രാക്കിലേക്കും ഒരു ഭാഗത്തേക്കുമാണ് വീണിട്ടുള്ളത്. അപ്പോൾ തലയടിച്ചൊക്കെയാണ് വീണത് എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്നാണ് പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് മാർഗം ഈ പെൺകുട്ടിയെ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് ആദ്യഘട്ട പരിശോധനകളൊക്കെ പൂർത്തിയാക്കി തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. പിന്നീട് അവിടെ നിന്നും അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അത്രയധികം ഗുരുതര പരിക്കുകളല്ല എന്നുള്ളത് സ്ഥിരീകരിക്കുകയും രക്തസ്രാവം അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് അവിടെ നിന്നും വെന്റിലേറ്ററിൽ നിന്നും മാറ്റുകയുമായിരുന്നു. എന്തായാലും നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന വിവരം മാത്രമാണ് നൽകുന്നത് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന്. RPF ആണ് നമുക്ക് നിലവിൽ ഒരു സ്ഥിരീകരണം നൽകിയിട്ടുള്ളത്. മറ്റ് കൂടുതൽ വിവരങ്ങൾ ഇന്ന് രാവിലെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അത് ആന്തരിക രക്തസ്രാവം അടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടത് ഇനി ആശുപത്രി അധികൃതരാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഉണ്ടാകേണ്ട സാഹചര്യമുണ്ട്. പിന്നെ ബന്ധുക്കൾ അടക്കമുള്ളവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. വരും മണിക്കൂറിൽ കൂടുതൽ പ്രതികരണം അടക്കം ഉണ്ടാകാനുള്ള സാഹചര്യവും സാധ്യതകളുമാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. എന്തായാലും
മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അതിദാരുണമായ സംഭവം. കാരണം ട്രെയിനിനുള്ളിൽ ഒരു 2 യുവതികൾ സഞ്ചരിക്കുന്നു. അവിചാരിതമായി അല്ലെങ്കിൽ ഒരു അപരിചിതനായി ട്രെയിനിൽ യാത്ര ചെയ്ത മറ്റൊരാൾ ഒരു പ്രകോപനവും ഇല്ലാതെ, അല്ലെങ്കിൽ മോഷണമാണോ എന്താണ് ഇയാളുടെ മോട്ടീവ് എന്നതിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. വെറുതെ ഒരു പ്രകോപനം ഉണ്ടാക്കി യാത്ര ചെയ്തിരുന്ന സ്ത്രീയെ അല്ലെങ്കിൽ യുവതിയെ വാഷ്റൂമിൽ പോയി വന്നതിന് ശേഷം തള്ളി ചവിട്ടി തറയിലേക്ക്, അതായത് പുറത്തേക്ക് തള്ളി ഇടുക എന്നുള്ള ഗുരുതരമായൊരു തെറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. മദ്യലഹരിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ വൈദ്യപരിശോധനാ ഫലമൊക്കെ വരുമ്പോൾ മനസ്സിലാക്കാനുള്ള സാധ്യതകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ പോലീസ് പ്രത്യേകമായിട്ട് ഇയാളെ നിരീക്ഷിക്കുന്നുണ്ട്, പരിശോധനകൾ നടത്തുന്നുണ്ട്. മുൻപത്തെ ഇയാളുടെ പശ്ചാത്തലം അടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും മറ്റ് അന്വേഷണ നടപടികളിലേക്ക് കടക്കുക. നിഖിൽ, ശാലിനിയൊപ്പം ശാലിനി മുൻപ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഇയാൾ സ്ഥിരം ഇത്തരത്തിൽ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് എന്നാണ് പ്രാദേശികമായി ലഭ്യമാകുന്ന വിവരം എന്ന് ശാലിനി സൂചിപ്പിച്ചിരുന്നത്. അതായത് ഇയാളുടെ ഭാര്യയും മക്കളും അടക്കം വീട്ടിൽ നിന്നും പിണങ്ങിപ്പോയ, അതായത് ഭാര്യ മക്കളെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇയാളുടെ ഈ മദ്യപിക്കുന്ന സ്വഭാവം കാരണം അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു സ്വഭാവം മൂലം ഭാര്യ പിണങ്ങിപ്പോയി എന്നാണ് നാട്ടുകാർ പറയുന്നതെന്ന് നമുക്ക് ഒരു വിവരം ലഭ്യമാവുന്നുണ്ട്. ഒപ്പം ഇയാൾ ജോലി അന്വേഷിച്ചിട്ടാണ് പോയതെന്ന് വാർഡ് മെമ്പറും സ്ഥിരീകരിക്കുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് നിഖിൽ. പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ നേതൃത്വം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത്തരത്തിലൊരു സ്ഥിരീകരണം നടത്തുന്നത്. കാരണം മദ്യപാനിയാണ്, സ്ഥിരം മദ്യപാനിയാണ്, സ്ഥിരം പ്രശ്നക്കാരനാണ്, വീട്ടിൽ കുടുംബവഴക്ക് സ്ഥിരമാണ്, മദ്യം കഴിച്ചതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാര്യയും മക്കളും അടക്കമുള്ളവർ വീട് വിട്ടു പോവുകയൊക്കെ മാറി താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിനിടയിലാണ് ജോലി അന്വേഷിച്ച് എറണാകുളത്തേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അന്വേഷിച്ചും കോട്ടയത്ത് നിന്നാണ് ഈ സഹയാത്രികൾക്കൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുകയും ചെയ്തത്. എന്തായാലും കേരള എക്സ്പ്രസ്സിലാണ് ഇന്നലെ ഇവർ തിരുവനന്തപുരത്തേക്ക് വന്നത്. ഒരുമിച്ച് തിരുവനന്തപുരത്ത് ഒരുപക്ഷെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോ മറ്റോ ഇറങ്ങേണ്ട ആളുകളാണ്. അവിടെയാണ് ഒരു പ്രകോപനവുമില്ലാതെ 2 പെൺകുട്ടികളാണ് ആ പെൺകുട്ടികൾക്ക് നേരെ ഇത്തരത്തിലുള്ളൊരു നടപടി അവർ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ബഹളം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ പെൺകുട്ടിയെ തള്ളി ട്രെയിനിനുള്ളിൽ തന്നെ പുറത്തേക്ക് ചവിട്ടി ഇടാനുള്ള ശ്രമം നടത്തി. പക്ഷേ അത് പരാജയപ്പെട്ടു. പെൺകുട്ടി അകത്ത് തന്നെയാണ് വീണത്. തൊട്ട് പിന്നാലെ ബഹളം വെച്ചതിനെ തുടർന്നാണ് സഹയാത്രികരെത്തി ഇയാളെ പിടികൂടുന്നത്. എന്തായാലും ഇയാളെ പിടികൂടി പിന്നീട് RPFനെ ഏൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി ചികിത്സയിലാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കാണ് കാര്യങ്ങൾ വരികയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിന് ശേഷം മറ്റ് പ്രാഥമികമായിട്ടുള്ള സൂചനകൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വരികയും. എന്നാലും സ്ഥിരം പ്രശ്നക്കാരനാണ് പ്രതി സുരേഷ് എന്നുള്ളതാണ് പോലീസും RPFും സ്ഥിരീകരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള നടപടികളാണ് ഇനിയിപ്പോൾ പോലീസ് സ്വീകരിക്കാൻ പോകുന്നത്. എന്തായാലും ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികൾ, കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികളിലേക്കായിരിക്കും പോലീസ് കടക്കുക ഈ കേസുമായി ബന്ധപ്പെട്ട് സുരേഷ് കുമാറിനെ. നിഖിൽ, ശാലിനി, ഒരു കാര്യം കൂടി വ്യക്തത തരേണ്ടതുണ്ട്. അത് ആരോഗ്യനിലയിൽ പുരോഗതി എന്ന് പറയുമ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി എന്നൊരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. അക്കാര്യത്തിൽ വ്യക്തതയുണ്ടോ? നിലവിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്ന് തന്നെയാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ നിഖിൽ മാറ്റിയെന്ന സൂചനയാണ് നമുക്ക് ലഭ്യമായത്. ഇതിന് ആദ്യം മുതൽ പറയുന്നതും അതുതന്നെയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് കാര്യമായ രക്തസ്രാവം, ആന്തരികമായിട്ടുള്ള പരിക്കുകളൊന്നും കാര്യമായി ഇല്ല എന്നുള്ള സ്ഥിരീകരണമാണ് RPF നമുക്ക് നൽകുന്നത്. അതായത് RPFന് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയിട്ടുള്ള വിവരമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് RPF ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നൽകിയിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന്, അതായത് വെന്റിലേറ്ററിൻ്റെ സഹായത്തിലായിരുന്നു ഇന്നലെ കഴിഞ്ഞ മണിക്കൂറിലുണ്ടായിരുന്നു, അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. എന്തായാലും മറ്റ് പരിചരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പരിശോധനകൾ തുടരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസോ ശസ്ത്രക്രിയ വേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകേണ്ടത് ആശുപത്രി അധികൃതരാണ്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുകയാണ്. എന്തായാലും ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന് ഈ പരിശോധനയൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. എന്തൊക്കെ പരിക്കുകളാണ് സംഭവിച്ചത്, ഏത് തരത്തിലുള്ള മുറിവുകളും ചതവുകളും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം പെൺകുട്ടിയുടെ തല അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അത്രയധികം ആഘാതത്തിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള പരിക്കുകളും മുറിവുകളുമാണ് എന്നുള്ളതാണ്. അതിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇനി ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് വരണം. എന്തായാലും സംഭവത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ ചെയ്യാനുള്ള പരമാവധി ചികിത്സ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ അന്വേഷണവും ഒരു ഭാഗത്ത് തുടരുകയുമാണ്. എന്തായാലും ഇന്ന് രാവിലെയോട് കൂടി ഔദ്യോഗികമായ സ്ഥിരീകരണം ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നിഖിൽ, ശരി ശാലിനി, എന്തായാലും തിരുവനന്തപുരം വർക്കലയിൽ ഒരു നടുക്കുന്ന സംഭവം തന്നെയാണ് ഉണ്ടായത്. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നുമാണ് പെൺകുട്ടിയെ തള്ളി പുറത്തേക്കിടുന്ന ഒരു സംഭവം, അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത്.
ഇപ്പോൾ പെൺകുട്ടിയുടെ നില ഇന്നലെ രാത്രി ഗുരുതരമായിരുന്നെങ്കിൽ അതിൽ ഒരു പുരോഗതി ഉണ്ട് എന്നറിയാൻ സാധിക്കുന്നു. ഇന്നലെ വെന്റിലേറ്ററായിരുന്ന ഒരു പെൺകുട്ടി വെന്റിലേറ്റർ മാറ്റിയിട്ടുണ്ട് എന്നും അറിയുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മുന്നിൽ നിന്നും എസ് ശാലിനി.